ഹായ് കൂട്ടുകാർ മാഗി കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ല അല്ലേ മാഗി. മാഗി അല്ല, ഡിപിയാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ചില ദിവസം എനിക്ക് ചോറൊന്നും ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ചിലപ്പോൾ മാഗി കഴിക്കണമെന്ന് തോന്നിയാൽ ഞാനങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. ചൂടോടുകൂടി അങ്ങനെ കുറച്ച് കഴിക്കാറുണ്ട്. പിന്നെ എനിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എന്താ പറയുക, റിലാക്സ് ആവണം കേട്ടോ. ഫുഡ് നല്ല വിശപ്പുണ്ടാവും. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് 7 മണി 7:15 ഞാൻ എത്തുമ്പോൾ ഇവിടെ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എനിക്ക് അപ്പം തന്നെ കഴിക്കണം. ചിലപ്പോൾ ഞാനൊരു ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കും, ചിലപ്പോൾ ചോറൊന്നും, ചിലപ്പോൾ അപൂർവമാണ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ കേട്ടോ. എന്നാലും ഇതുപോലെ ദിവസം എനിക്കങ്ങനെ കഴിക്കണമെന്ന് തോന്നി. അപ്പം അന്ന് പിള്ളേർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് കഴിച്ചില്ല കേട്ടോ. ഇന്നും ശ്രീകുട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ, ഞാനിപ്പോൾ എൻ്റെ ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഇന്ന് തോന്നി ഞാൻ എന്തിനാപ്പോൾ ഇഷ്ടം വേണ്ടാന്ന് വെക്കണേ, ചെറിയൊരു ആഗ്രഹമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് മാത്രം എൻ്റെ അടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാൻ നമുക്ക്. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ആദ്യത്തെ സാലറി കിട്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ കമൻറ്റ് എഴുതുന്ന ഒക്കെ കൂടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ടാണ് കമൻറ്റൊക്കെ എഴുതുമ്പോൾ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോകൾ കൂട്ടുകാർ കാണുന്നുണ്ടോ, അത് പുതിയ ആൾക്കാരാണോ കാണുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ കൂടി കണ്ടോളൂ. ഇതിൻ്റെ റെസിപ്പികൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഒക്കെ പുതിയതായിട്ടും ഇടാറുണ്ട്. പുതിയതായിട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിലുള്ളത് ഷോർട്ട് വീഡിയോയിൽ ഇടണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സെപ്പറേറ്റ് അത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല. എന്തായാലും ആഴ്ചയിൽ 3 ഈ വീഡിയോ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് പിന്നെ ഒരു ദിവസം വീഡിയോ എടുക്കലും പിറ്റേ ദിവസം എഡിറ്റിങ്ങും അങ്ങനെയാണ്. അതിനിടയ്ക്ക് ഷോർട്ട് വീഡിയോ കൂടി ആകുമ്പോൾ എനിക്കത് ഭയങ്കര ഭാരമായിട്ട് തോന്നും. ഭയങ്കര ടെൻഷനൊക്കെ വരുന്നു. അപ്പം ഞാൻ പിന്നെ വിചാരിക്കും വേണ്ട, റിലാക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. എന്നാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ഇതിൽ കാണിക്കാത്തത് രാവിലെ അവൻ്റെ ഇടുന്ന ആഗ്രഹമുണ്ട് കേട്ടോ. കുറേ നാളായി ശ്രമിക്കുന്നു. അങ്ങനെ ഞാൻ 1-2 ആഴ്ച ഇടുകയും ചെയ്തു. അപ്പോഴാണ് ഭയങ്കര തലവേദന വന്നത് കേട്ടോ. ഇന്നിപ്പോൾ തലവേദനയൊക്കെ കുറഞ്ഞു. റിലാക്സ് ചെയ്തപ്പോൾ തലവേദനയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ സുഖമായിട്ട്. ഇന്ന് കാലത്ത് തിരിച്ച് തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം കഴിയാണ്ട് പെട്ടെന്ന് ഓടിപ്പോയി അടുക്കളയ്ക്ക് പോയി. എനിക്ക് ആ ഒരു അസ്വസ്ഥത. പതുക്കെ റിലാക്സ് ചെയ്തിട്ട് പോയാൽ ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് ടെൻഷൻ കയറും എനിക്ക്. അപ്പോൾ ഒരു തലവേദന വരും. പിന്നെ അത് മാറി 2 ദിവസം പിടിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഉറക്കത്തിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. 10 മണിയാകുമ്പോൾ വേഗം കിടക്കൂട്ടോ. അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ വർക്ക് ഉണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇരിക്കുന്നില്ല, ഇരിക്കാറുണ്ട്. ഇപ്പോൾ പരമാവധി വേഗം എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോയി കിടക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സ്വീറ്റ്സും കൊണ്ടാണ് വന്നത് കേട്ടോ. ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കടയിൽ കൊടുക്കാനായിട്ട് വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീട്ടിലേക്ക് കൊടുക്കൊണ്ടു. അപ്പോൾ ആദ്യം സ്വീറ്റ്സ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് തോന്നാണ്. ഒരുപാട് മെച്ചൂർഡായ പോലെയായിരുന്നു ആദ്യത്തിൻ്റെ പെരുമാറ്റം കേട്ടോ. മുന്നേ ചേട്ടൻ ശമ്പളം കിട്ടിയിട്ടൊക്കെ ചെയ്യണത് കണ്ടത് കൊണ്ടാണോ എന്തോന്നൊന്നും അറിയില്ല. എന്തായാലും ഭയങ്കര മെച്ചൂർഡായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണ പോലെ തോന്നി. ആദ്യത്തെ ശമ്പളത്തെ അച്ഛന് കൊടുത്തു. അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ അത് വാങ്ങിച്ച് എണ്ണി അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് എനിക്കും തന്നും. നമുക്കിപ്പോൾ ആർക്കും എടുക്കാനുള്ളതൊന്നുമല്ല, അവന് ഫോൺ വാങ്ങിക്കാനുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൽ 500 രൂപയാണ് പിന്നെ ബാലൻസ് ഉണ്ടായത്. അത് ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ശ്രീകുട്ടൻ പോയപ്പം എന്താ പറയുക, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പൈസ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും അവൻ ചിലവാക്കണ പോലും ഉണ്ടായിരുന്നില്ല. ഒരു സാധനം അവന് ബസ് ചാർജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും, ബാക്കി ഫുള്ള് സാലറി എൻ്റെ കയ്യിൽ കൊണ്ടുതരാം. അങ്ങനെയായിരുന്നു. പക്ഷേ ആദ്യത്തിനായപ്പം ശ്രീകുട്ടന് പിന്നെ മൊബൈലൊക്കെ ഓൾറെഡി മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തിന് മൊബൈലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മൊബൈലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതാണെങ്കിൽ കേടായി കേട്ടോ. കുറച്ചാളായിട്ട് മൊബൈലില്ല അവന്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. അപ്പം അങ്ങനെ ജോലിക്ക് പോയി അവൻ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അന്ന് വൈകുന്നേരം ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തില്ല ഈ പ്രാവശ്യം അങ്ങനെ പോട്ടേച്ച്. ഇടയ്ക്കൊക്കെ എന്നും ക്ലീനിങ് വീഡിയോ എല്ലാ ആഴ്ചയിലിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഒരാഴ്ചയൊക്കെ വേണ്ടാന്ന് വെക്കണത്. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് തലേദിവസത്തെ ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ചോറായിരുന്നുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിച്ചത് എടുക്കാമെന്ന് വെച്ചു. ആദ്യം തന്നെ കെറ്റിൽ ചൂടാക്കിങ്ങാട്ട് വെള്ളം ചൂടാക്കി അതിലേക്ക് വെച്ചു. പിന്നെ ചായക്കുള്ള വെള്ളം കൂടി വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യത്തിന് എന്തായാലും പോകണമല്ലോ. സാധാരണ ദിവസങ്ങളിൽ അവന് 9 മണിക്ക് 9 മണിക്ക് അവിടെ ജോലിക്ക് കാരണം. സൺഡേയ്സിലാവുമ്പോൾ
10 മണിക്ക് മതി കേട്ടോ. അപ്പോൾ ഇത്തിരി നമുക്ക് പതുക്കെ കുറച്ച് പതുക്കെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചോറ് തിളപ്പിച്ചു. പിന്നെ ചേട്ടൻ വേഗം ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോയി. അവന് 2 കഷ്ണം വറുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോണേറ്റ് മുന്നേ തന്നെ. വൈകുന്നേരം വരുമ്പോൾ പിന്നെ അവൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇത്തിരി കൊടുത്തയക്കുകയൊക്കെ ചെയ്യാമല്ലോ. ചിക്കനോട് അവന് മീനോടാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ചിക്കനൊക്കെ കഴിക്കണ്ടേ. അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ രാവിലെ തന്നെ ചേട്ടൻ വേഗം പോയി വാങ്ങിക്കാൻ പോയത് കേട്ടോ. ഞാൻ ചായ റെഡിയാക്കി ചായ എടുത്ത് കുടിച്ചു. ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പോഴേക്കും ചോറൊക്കെ തിളച്ച് അത് ഞാൻ ഊറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ബോൺലെസ് പീസ് എടുത്തിട്ട് ഡ്രാഗൺ ചിക്കൻ പോലെ ചെയ്യാമെന്ന് വെച്ചു. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെയ്യണതിൽ. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസും കൂടി അങ്ങനെ നോക്കിയിട്ടാണ്. ചെറിയ ചെറിയ വ്യത്യാസം, വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ അത് ആ ചിക്കനിലെ ബോൺലെസ് പീസ് മാത്രമാണ് ഇട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളത് അവിടെ എടുത്ത് വെച്ചു. പിന്നെ ഡ്രാഗൺ ചിക്കൻ എന്ന് വിചാരിച്ചിട്ട് നീളത്തിലൊന്നും അരിഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലോ. അതിലത്തെ കറിക്കട്ടിലെ ബോൺലെസ് പീസ് എടുത്ത് എന്നിട്ട് ഞാൻ പറ്റണ പോലെ നീളത്തിൽ അരിഞ്ഞ് എടുത്തു. ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനൊക്കെ ഭയങ്കര ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സോയ സോസ്, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. അതിന് പകരം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ ഒരു 1/4 ടീസ്പൂണിൻ്റെ 1/2 ടീസ്പൂണിൻ്റെയും ഇട്ടിരിയുടെയാണ് കേട്ടോ. നമുക്ക് മുന്നേ അയച്ചത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് നമ്മൾ ഈ മണ്ടത്തരം ചെയ്യേണ്ടത്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കുറേശ്ശൊക്കെ ഉപയോഗിച്ചുകൂടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അത് കോൺഫ്ലവറും കൂടി ഇട്ട് കാണിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മുട്ടയുടെ വെള്ളയാണ് ഞാൻ ചേർത്തുള്ളൂ. വെച്ചാൽ മുഴുവനായിട്ട് ചേർക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ കുറച്ച് അത്ര അധികം ചിക്കൻ ഇല്ലല്ലോ, അത് കാരണം കൊണ്ട് വൈറ്റ് മാത്രം ചേർത്തു. കുറച്ച് വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിൽ ഒഴിച്ച് കാണിട്ട് അത് ഫ്രൈ ആക്കി എടുക്കുക. ഷാലോ ഫ്രൈ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഷാലോ ഫ്രൈ ആണ് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഫ്രൈ ആക്കി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ആക്കാനുണ്ടായിരുന്നു. വേറൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. പിന്നെ സോസുകൾ കേട്ടോ, ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ സോസ്. സോയ സോസ് മാത്രം ശ്രദ്ധിച്ച് ഒഴിക്കുക. അത് ഇത്തിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഭയങ്കര ഡിഫറൻസായി മാറും കേട്ടോ. അത് അങ്ങനെ 1 ടീസ്പൂൺ ആദ്യം ഒഴിച്ച് നോക്കാവൂ. പിന്നെ വേണം തോന്നിയാൽ മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസൊക്കെ ഇത്തിരി കൂടിയാലും ഒന്നും അത്ര കുഴപ്പമില്ല. പിന്നെ അത് റെഡിയാക്കി. പിന്നെ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ കോൺഫ്ലവറിൻ്റെയും ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുത്തു. വല്ലാണ്ട് ലൂസാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കം, സവോളയും പല കളറുള്ള ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ക്യൂബ് ആകൃതിയിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ഇടാൻ മറക്കണ്ട. പിന്നെ ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഉള്ളിത്തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വൈറ്റ് എള്ള് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്തു. പിന്നെ കളർ ചേർക്കുകയാണെങ്കിൽ നല്ല ഭംഗിയും കൂടി ഉണ്ടാവും കാണാനായിട്ട്. ഇത് നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ കളറൊന്നും ചേർത്തില്ല. കളറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കളർ ചേർത്തില്ല കേട്ടോ. എന്നിട്ട് അപ്പോൾ അത് മാത്രമായിട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പപ്പടം എടുത്ത് വേഗം മുറിച്ചിട്ട് വറുത്ത് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മുറിച്ചെടുക്കുമ്പോഴേക്കും ചേട്ടൻ വേഗം ചെറിയ ചീനച്ചട്ടി വെച്ചു. എന്നുവെച്ചാൽ അതിൽ വേഗം ആവും. അപ്പം ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നത് വേഗം അങ്ങോട്ട് ഇട്ട് വേഗം അങ്ങോട്ട് വറുത്ത് കോരി ലാസ്റ്റ് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് കണ്ടിട്ട് അത് ഈ പപ്പടത്തിലേക്ക് കൂടി ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അവന് ഇതത്ര ചൊടിയില്ലല്ലോ ഈ ചിക്കന്. അപ്പോൾ ഉച്ചയ്ക്ക് അവന് കഴിക്കാനായിട്ട് ഒരു ചൊടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യത്തെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അപ്പോൾ അവൻ്റെ അടുത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് നേരം. ശ്രീകുട്ടന് ഇന്ന് ഉച്ചതിരിഞ്ഞ് ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്, എന്തോ സ്പെഷ്യൽ ക്ലാസ് എന്തോ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾക്കിന്ന് ഇല്ലല്ലോ. അപ്പോൾ ഇന്നലെ ക്ലീനിങ് കഴിഞ്ഞ കാരണം എനിക്ക് അത്ര വലിയ ജോലി മഴയാണെന്ന്, അത് കാരണം കൊണ്ട് തന്നെ മുറ്റത്ത് വലിയ പണിയൊന്നും എടുക്കാനായിട്ട് ഇന്ന് സാധിക്കില്ല. അപ്പോൾ വലിയൊരു പ്ലാനിങ് ഒന്നും ഇന്നില്ല കേട്ടോ. ശരിക്കും പറയാൻ വെച്ചാൽ കുറച്ച് റിലാക്സ് ചെയ്ത ഒരു ദിവസമായിരുന്നു എന്ന് പറയാം. നല്ല മഴ പെയ്തു കാത്തിരുന്ന് ആ മഴക്കാർ വരുന്ന വരെ കാത്തിരുന്ന് മഴ പെയ്യണ വരെ കാത്തിരുന്നു കേട്ടോ ആദ്യം. എന്നിട്ട് പിന്നെ ചേട്ടൻ കൊണ്ടാക്കി ബസ് കയറ്റി വിട്ടു പോന്നു. പിന്നെ ഞാൻ അലക്കാൻ അതിനിടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ട്രിപ്പ് ആദ്യം വിരിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ട്രിപ്പും കൂടി വിരിച്ചിട്ടു. അത് ഞാൻ ബക്കറ്റിലാക്കി വെച്ചപ്പോൾ ശ്രീകുട്ടൻ കൊണ്ട് വിരിച്ചിട്ടു കേട്ടോ. 2-3 പ്രാവശ്യം അവരെ കൊണ്ട് വിരിച്ചിട്ട് ഇടിയിച്ചപ്പോൾ ബക്കറ്റിൽ ഇരിക്കുന്നതാണോ, അപ്പോൾ ഇത് വിരിച്ചിടാനുള്ളതാണോ എന്ന് ചോദിച്ചിട്ട് അവൻ തന്നെ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിരിയും പുതപ്പൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ക്ലീൻ ചെയ്തപ്പോൾ. അപ്പോൾ അതും വേഗം ഒന്ന് കഴുകിയിട്ടു കേട്ടോ. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇതൊന്നും വലിയ പണിയൊന്നുമല്ല. ഞാൻ എൻ്റെ ചുരിദാറുകൾ മാത്രമേ ഇടില്ല ഇതിലൊന്നും. അതിൻ്റെ മുത്തും കല്ലൊക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോകുമല്ലോ, അത് കാരണം കൊണ്ടാണ്.
അപ്പോൾ അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞു. പിന്നെതാ നമ്മുടെ അന്തരീക്ഷം അത് കഴിഞ്ഞ് നല്ല വെയിൽ ഉദിച്ചു കേട്ടോ. പക്ഷേ ഒരു 5 മിനിറ്റ് നിന്നില്ല, വീണ്ടും മഴയായി. അപ്പം ഞാനതൊക്കെ എടുത്ത് കോണീരെ തണ്ടുമ്മ കൊണ്ടിട്ടു കേട്ടോ. ആ തുണികൾ മടക്കി കഴിയുമ്പോഴേക്കും മഴ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം തുണികൾ മടക്കി വെച്ചു. അപ്പം തന്നെ വെച്ചത് തലേദിവസം അലക്കിയിട്ടതായിരുന്നു. അപ്പോൾ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ട്. പിന്നെ ചേട്ടൻ ദേ പച്ചക്കറിയുടെ പരിപാടികളിലേക്ക് വന്നിക്കാണ്. ഇവിടത്തെ വേണമെങ്കിലേ ഇവിടത്തെ കുറച്ച് ഇത് വേണമെങ്കിൽ മാറ്റി നോക്കാം. വഴുതന നാളെ സാമ്പാർ അടിയെടുത്താ പോകാൻ നടന്നു. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള സംസാരം ഇടയ്ക്ക് ഇടുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞോളാം കേട്ടോ. പിന്നെ അതാ വഴുതനങ്ങ പൂവിട്ടിട്ടുണ്ട്, അതുപോലെ കയ്പയും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് കൂട്ടുകാരോട് പറയുന്നു എന്ന് മാത്രം. ഇവിടെ നിന്ന് പറിച്ച് നടാത്തത്, അതായത് മഴയത്ത് നിൽക്കാത്ത തൈകളൊക്കെ നല്ല ഉഷാറോടുകൂടി നിൽക്കുന്നുണ്ട്. കയ്പയ്ക്ക് നനവ് കിട്ടാണ്ടാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഗ്രോ ബാഗിലാണ്. അപ്പോൾ അത് വെള്ളം നനച്ചിട്ടുണ്ട്, അത് കാരണം ചെറിയൊരു വാട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ പപ്പായ ഇത്തിരി ആൺപപ്പകളുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ വഴുതനയ്ക്ക് അവിടെ പറിച്ച് നട്ട വഴുതനയ്ക്കൊന്നും സൂര്യപ്രകാശം തീരെ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് വളർന്നു വരുന്ന ആ പുല്ലൊക്കെ ഒന്ന് ചേട്ടൻ ഒന്ന് പറിച്ച് കളഞ്ഞു. പിന്നെ ഇതാ പപ്പായ ഉണ്ടായി തുടങ്ങിയിട്ടോ. എന്ത് വേഗം ഉണ്ടായി. നമ്മുടെ പപ്പായ മറ്റേത് മറിഞ്ഞു പോയതിന് ഇതിന് ഒരു സന്തോഷമായിട്ടോ. വേറൊരു പപ്പയുണ്ട്, അത്യാവശ്യം പപ്പ അതും ഉണ്ട്, പപ്പായ ഉണ്ടാവുന്നുണ്ട്. ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു. തല വെട്ടിക്കളയുമ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്ന വഴുതനയ്ക്ക് സൂര്യപ്രകാശം കിട്ടാനാണ് കേട്ടോ. വഴുതനയ്ക്ക് മുളകിനൊക്കെ അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ തീരെ കുരുടിക്കണ പോലെയാണ്. മഴ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒക്കെ കുരുടിച്ച് നിൽക്കണ പോലെയാണ് നിൽക്കണത്. സൂര്യപ്രകാശം വരുമ്പോഴാണ് അവർ ഉഷാറാവണുള്ളൂ. അങ്ങനെ അതൊക്കെ വെട്ടിക്കളഞ്ഞ് അവരൊന്ന് ഉഷാറാക്കി പോന്നു. പിന്നെ ഞാൻ അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് നിന്നില്ല. എനിക്ക് അത്ര ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ്, എല്ലാ സൺഡേയിലും ഉഷാറുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ സാമ്പാറിനുള്ള വെണ്ടക്കായ 2-3 ഉണ്ട്. അപ്പോൾ അത് മതിയല്ലോ. പിന്നെ 3-4 പയർ കിട്ടി. അപ്പോൾ പിന്നെ ഒരു മത്തങ്ങയും പിന്നെ തക്കാളിയുണ്ട്, മുരിങ്ങക്കായും വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ സാമ്പാർ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പേരിക്കുള്ളതും ഇരിപ്പുണ്ട്. അങ്ങനെ വിചാരിച്ച് കേട്ടാ വെണ്ടക്കായ മുറിച്ചെടുത്തു. പിന്നെ 2 താഴത്ത് അവിടെ വെച്ചു, വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ച് കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും മോള് വന്ന് കുറച്ച് നേരം ഇരുന്നു. ഇങ്ങനെ ഒരു ഒഴിവൊക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ളൊരു സമയം കിട്ടണുള്ളൂ. ശ്രീകുട്ടന് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവന് പഠിക്കാനുണ്ടായതുകൊണ്ട് അവൻ പോയി. പിന്നെ അതാ നല്ല കാറ്റിൻ്റെ പിന്നാലെ മഴയും കൂടി വന്നു. അങ്ങനെ മഴ പെയ്തു. 10 മിനിറ്റ് മഴ തോർന്നു, വീണ്ടും വെയിലുദിക്കും, വീണ്ടും മഴ പെയ്യും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. തുണികളൊന്നും മുറ്റത്തിട്ട് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും ഒന്നും മറന്നു പോയരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ